അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ രാത്രിയിൽ വെളിച്ചമില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. ദേശീയപാതയ്ക്ക് ഇരുവശത്തുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇരുട്ടിൽ തന്നെ. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ ജംഗ്ഷൻ ഇരുട്ടിലായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായതോടെ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യൻ സ്ഥലത്ത് സന്ദർശനം നടത്തിയപ്പോൾ ജില്ലാ വിജിലൻസ് സമിതി അംഗം കെ ചന്ദ്രൻ ഇക്കാര്യം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിലവിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് കോൺക്രീറ്റ് ചെയ്തതിന് മുകളിലായി 2 ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അടിപ്പാതയുടെ തുടർ നിർമ്മാണങ്ങൾക്ക് ഈ ലൈറ്റുകൾ തടസ്സമായതോടെ ഇവ നീക്കം ചെയ്യുകയായിരുന്നു. ഇതോടെ നിലവിൽ സർവീസ് റോഡിലും ഇരുഭാഗത്തുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇരുട്ടിലായ അവസ്ഥയിലാണ്. ആമ്പല്ലൂര് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ ലൈറ്റിന്റെ കുറവ് മൂലം യാത്രക്കാർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ലൈറ്റിൻ്റെ മറ്റുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ കടയുടെ സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തുള്ള കടയിലാണ്. എനിക്ക് നേരിട്ട് കാണാവുന്ന കാര്യമാണ്. അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് യാത്രക്കാർ വളരെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. ആമ്പല്ലൂരിൽ തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ സാധാരണ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ലൈറ്റിൻ്റെ അഭാവമാണ് ഇത് അനുഭവപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്യണം. സ്ത്രീകളും കുട്ടികളും വളരെയധികം യാത്ര ചെയ്യുന്ന ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പാണ്. പ്രത്യേകിച്ച് നന്മണിക്കര വഴിയിലേക്ക് പോകുന്ന ബസ് ഇറങ്ങി വരുന്ന ആ യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ലൈറ്റ് അവിടെ ഉണ്ടാക്കണമെന്ന് അധികാരികളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർവീസ് റോഡിലൂടെ രാത്രിയിലുള്ള സഞ്ചാരം അതീവ ദുഷ്കരമാണ്. പാതയിലെ വെളിച്ചക്കുറവ് ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റു വാഹന യാത്രക്കാർക്കും അടിപ്പാതയിലൂടെ ദേശീയപാത കുറുകെ കടക്കുന്ന കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. ദേശീയപാതകളിൽ ഒന്നിലേറെ റോഡുകൾ വന്നു ചേരുന്ന വലിയ കവലകളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വെളിച്ചം നിർബന്ധമാണ്. ദേശീയപാതയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കും തിരിച്ചും നിരവധി വാഹനങ്ങൾ പ്രവേശിക്കുന്ന ഇടമായതിനാൽ ആമ്പല്ലൂരിൽ വഴിവിളക്കുകൾ ഉറപ്പാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് സമിതി അംഗം കെ ചന്ദ്രൻ വീണ്ടും കളക്ടർ ശിഖ സുരേന്ദ്രന് പരാതി നൽകിയിട്ടുണ്ട്. ജൂലൈ 2ാം വാരത്തോടെ അടിപ്പാത നിർമ്മാണം പൂർത്തിയായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ വെളിച്ച ക്രമീകരണങ്ങളും തയ്യാറാക്കുമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന വിശദീകരണം. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ രാത്രിയായാൽ വെളിച്ചമില്ലാത്ത അവസ്ഥ അത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒപ്പം കാൽനട യാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ച സംവിധാനങ്ങൾ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. തൃശ്ശൂർ ഭാഗത്തേക്കും ഒപ്പം ചാലക്കുടി ഭാഗത്തേക്കുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് സമീപത്തും വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. ഇതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ മാത്രമാണ് രാത്രിയായാൽ ഏക ആശ്രയമായിട്ടുള്ളത്. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ഒരു ചിമ്മിനി വെട്ടം മാത്രമുള്ള ഒരു വെളിച്ചം മാത്രമാണ് ഏക ആശ്രയമായിട്ടുള്ളത്. ഏതായാലും ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് ദേശീയപാതയിൽ മതിയായ വെളിച്ച സംവിധാനം ഒരുക്കണമെന്നാണ് യാത്രക്കാരടക്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.